എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ മഴ തുടരുന്ന സാഹചര്യമാണ്. ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ മാറി താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ വെള്ളം കയറിയിട്ടുള്ള വീടുകളിൽ വെള്ളത്തിനോടൊപ്പം തന്നെ ഇഴജന്തുക്കളും കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതലായും വെള്ളത്തിൽ പാമ്പുകളൊക്കെയാണ് ഒഴുകി വരുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ ഇവയെ ചവിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് കടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ഏകദേശം 1 മുതൽ 1.25 ലക്ഷത്തോളം ആൾക്കാരാണ് പാമ്പ് കടിയേറ്റ് എല്ലാ വർഷവും മരിക്കുന്നത്. അതിൽ 50,000 ആൾക്കാരും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ വിഷയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. പ്രധാനമായും 4 തരത്തിലുള്ള പാമ്പിൻ്റെ കടിയേറ്റാണ് പെട്ടെന്ന് മരണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തത് കോബ്രയാണ്, മൂർഖൻ. രണ്ടാമത്തത് ശംഖുവരയൻ. മൂന്നാമത്തത് അണലി. നാലാമത്തതും അണലിയുടെ തന്നെ വേറൊരു വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇവർ 4 പേരുമാണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്നേക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ മൂർഖൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ കാണപ്പെടുന്ന ഒരു പാമ്പാണ്, ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു പാമ്പാണ്. പിന്നീട് നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവർ പെട്ടെന്ന് തന്നെ പ്രവോക്കാം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കടിക്കാനുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ്. പിന്നീട് ഇത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റിലായിരിക്കും, വേദനയായിരിക്കും, നീരുണ്ടാകും, BP പെട്ടെന്ന് കുറയും, കണ്ണെല്ലാം മഞ്ഞ കളറിലേക്ക് മാറും, ഛർദി ഉണ്ടാവും, ചില ആൾക്കാർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഇനി പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. കടിച്ച ഭാഗത്ത് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് തിരുമ്മി കഴുകുകയൊന്നും വേണ്ട, ജസ്റ്റ് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പാമ്പ് കടി ഏറ്റ ആളെ ഒരു കാരണവശാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുക. പാനിക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഈ കടിച്ച വിഷം ഇൻ കേസ് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ബോഡിയിലെല്ലാം സർക്കുലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പേടിക്കാതിരിക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും പിന്നെ പാമ്പ് കടിച്ചാൽ പേടിയാവത്തില്ലെന്ന്. പാമ്പ് കടിച്ചാൽ എന്തായാലും പേടിയാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കടിക്കുന്ന പാമ്പുകളിൽ 50% പാമ്പുകൾക്കും വിഷം ഉണ്ടാകാറില്ല. ഇൻ കേസ് വിഷമുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ ആ വിഷം ചിലപ്പോൾ ഉള്ളിലേക്ക് ചെല്ലണമെന്നുമില്ല. ശരീരത്തിനുള്ളിലേക്ക് വിഷം കടന്നു ചെന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെയാണ് പേടിക്കുന്നത്. ഇതിനെ പറയുന്നതാണ് ഡ്രൈ ബൈറ്റ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കടിച്ച പാമ്പ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫീച്ചേഴ്സ് എങ്കിലും ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതിനെ പോയി അടിച്ചു കൊല്ലാനോ ആ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അത് ഏത് പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പിന്നീട് പാമ്പ് കടി ഏറ്റ വ്യക്തിയെ ഒരു കാരണവശാലും കിടത്തി കൊണ്ടുപോകരുത്. അവരെ ഇരുത്തി മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇൻ കേസ് കാലിലാണ് പാമ്പ് കടിച്ചതെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മുകളിലേക്ക്, അതായത് ഹാർട്ടിൻ്റെ ഭാഗത്തേക്ക് ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഹാർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തും. അതുകൊണ്ട് കിടത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിഷം മുകളിലേക്ക് കയറും. അതുകൊണ്ട് എപ്പോഴും കാലിലാണ് കടിച്ചെങ്കിലും കാല് തൂക്കിയിട്ടിരിക്കുക, ഒരു കാരണവശാലും കിടക്കരുത്, ഇരുത്തി മാത്രമേ കൊണ്ടുപോകാവൂ. പിന്നീട് പാമ്പ് കടി ഏറ്റ ആ ഭാഗത്തിന് മുകളിൽ തൊട്ട് താഴെ വരെ ജസ്റ്റ് ഒരു കമ്പോ വെച്ചിട്ട് ഒന്ന് ബാൻഡേജ് ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ആ ഭാഗം ഒരുപാട് അനങ്ങാതെ ഷേക്കൊന്നും വരാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് കെട്ടി വെക്കണം. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആൻറ്റി സ്നേക്ക് വീനമുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകണം. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറൊക്കെ മാക്സിമം ആണ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടും, കിഡ്നിയൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചു പോകും. അതുകൊണ്ട് പെട്ടെന്നൊരു ചെറിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാം എന്നൊന്നും ചിന്തിക്കരുത്. ഡയറക്റ്റ് നിങ്ങൾ ആൻറ്റി സ്നേക്ക് വീനമുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകണം. അത് ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ എത്ര ഹോസ്പിറ്റൽ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി പാമ്പ് കടിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. പാമ്പ് കടി ഏറ്റ സ്ഥലത്ത് ബ്ലൈഡ് കൊണ്ട് മുറിച്ച് അവിടുന്ന് രക്തം പുറത്തേക്ക് കളയുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ മുറിച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്, ചിലപ്പോൾ ഏതെങ്കിലും മെയിനായിട്ടുള്ള ആർട്ടറിയൊക്കെ ആയിരിക്കും കട്ടായി പോകുന്നത്. അപ്പോൾ പിന്നെ അത് ബ്ലീഡിങ് ആവും, പിന്നീട് അടുത്ത കോംപ്ലിക്കേഷനിലേക്ക് പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് നിങ്ങൾ ചെയ്യരുത്. പിന്നീടുള്ളൊരു കാര്യം, കടിച്ച ഭാഗത്ത് സക്ക് ചെയ്ത് വിഷം വലിച്ച് സക്ക് ചെയ്ത് പുറത്തേക്ക് കളയാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. കടിച്ച ഭാഗത്ത് ഒരിക്കലും ഐസ് വെച്ച് കൊടുക്കരുത്. നോർമലി നമുക്കിപ്പോൾ എന്തെങ്കിലും നീരോ അല്ലെങ്കിൽ വേദനയൊക്കെ വരുമ്പോൾ ഐസ് വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ പാമ്പ് കടി ഏറ്റ ഏരിയയിൽ ഒരിക്കലും ഐസ് വെച്ച് കൊടുക്കരുത്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, പാമ്പ് കടിച്ചതിൻ്റെ മുകളിലായിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കണം, എന്തെങ്കിലും ഒരു ബാൻഡേജ് വെച്ച് കെട്ടി വെക്കണം.
അപ്പോൾ വിഷം മുകളിലേക്ക് കയറില്ല എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു കാരണവശാലും ടൈറ്റായിട്ട് കെട്ടിവെക്കരുത്. ടൈറ്റായിട്ട് കെട്ടിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവത്തില്ല. ഒരു 30-40 മിനിറ്റോളം ഇതിങ്ങനെ ടൈറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സെൽസ് എല്ലാം നശിച്ചു പോകും. സെൽസ് നശിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നീട് ആ ഭാഗം നമുക്ക് മുറിച്ച് കളയേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ട് ടൈറ്റായിട്ട് ഒരു കാരണവശാലും കെട്ടരുത്. കെട്ടണം, പക്ഷേ ഒരു വിരൽ കയറാൻ പറ്റുന്ന അകലത്തിൽ ഉള്ള ടൈറ്റിൽ മാത്രമേ കെട്ടാൻ പാടുള്ളൂ. ഓവർ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പിന്നീടൊരു കാര്യം, അറിയാൻ വയ്യാത്തവർ ചില പച്ചില മരുന്നൊക്കെ ആയിട്ട് വരും ഈ ഭാഗത്ത്, കടിച്ച ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും തന്നെ അനുവദിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രധാനമായും ഈ ഒരു സമയത്ത് എല്ലാവരുടെയും വീടുകളിലൊക്കെ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വീടുകളിൽ വെള്ളം കയറണമെന്നുമില്ല, അല്ലാതെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ തന്നെ മഴയൊക്കെ പെയ്ത് നല്ല തണുത്ത് കിടക്കുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ പ്രസൻസ് കാണാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ പുറത്ത് കളിക്കാൻ പോകുമ്പോഴൊക്കെ ആയാലും രക്ഷകർത്താക്കളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പെട്ടെന്ന് പേടിച്ചു പോവാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.